ഹലോ, വെൽക്കം ടു മാക്സിയോൺ. മാക്സിയോണിൻ്റെ HSA മാത്സ് ക്വസ്റ്റ്യൻ സീരീസ് സെഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽക്കുലസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ ഇ റേസ് ടു 1 ബൈ എക്സ് പ്ലസ് 1 എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ആസ് എക്സ് ടെൻഡിങ് ടു 0 നമുക്ക് എക്സ് 0 അടുക്കും തോറും നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എക്സ് ടെൻഡിങ് ടു 0 നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? 1 ബൈ ഇ റേസ് ടു 1 ബൈ എക്സ് പ്ലസ് 1 ആയിട്ട് നമുക്ക് മാറുന്നുണ്ടാവും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ലിമിറ്റ് വാല്യൂ എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, 1 ബൈ എക്സിൻ്റെ ആദ്യം നമുക്ക് 1 ബൈ എക്സിൻ്റെ എങ്ങനെയാണ് 1 ബൈ എക്സ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ 1 ബൈ എക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് എക്സ് അപ്രോച്ചിങ് ഫ്രം 0 മൈനസ് ആണെങ്കിൽ അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 1 ബൈ എക്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടാവും? എക്സ് നെഗറ്റീവ് സൈഡിലൂടെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സിൽ നിന്ന് കിട്ടുന്നുണ്ടാവും നെഗറ്റീവ് വാല്യൂ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ മൈനസ് 1 ബൈ എക്സ് അല്ലെങ്കിൽ എക്സ് 0 ആകുന്ന സമയത്ത് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന എന്തായിരിക്കും? എക്സ് നെഗറ്റീവ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ 0നെ നമുക്ക് നെഗറ്റീവ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? 1 ബൈ എക്സ് എന്തായിട്ട് മാറും? മൈനസ് ഇൻഫിനിറ്റിയിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇനി എക്സ് പ്ലസ് 0ൻ്റെ, അതായത് 0 പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ 1 ബൈ എക്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും? നമുക്ക് 1 ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എക്സ് പോസിറ്റീവ് സൈഡിലൂടെയാണ് വരുന്നത്. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ 1 ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എക്സ് ടെൻഡിങ് ടു 0 എന്തായിട്ട് മാറുന്നുണ്ടാവും? ഇൻഫിനിറ്റി ആയിട്ട് മാറുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ആസ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് 1 ബൈ എക്സ് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ആണ്. ആസ് എക്സ് ടെൻസ് ടു 0 പ്ലസ്, അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് 1 ബൈ എക്സ് എന്തായിരിക്കും? ഇൻഫിനിറ്റിയിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 1 ബൈ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന സമയത്ത്, അതായത് 0ൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? 1 ബൈ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു 1 ബൈ എക്സ് എങ്ങോട്ടായിരിക്കും പോവുക? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി, അതായത് 0ലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക അല്ലേ? 1 ബൈ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലോട്ടാണെങ്കിൽ ഇ റേസ് ടു 1 ബൈ എക്സ് എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയിലോട്ടായിരിക്കും, അതായത് 0ലോട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. ഇനി 0 പ്ലസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 0ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് 1 ബൈ എക്സ് എങ്ങോട്ട് പോകുന്നുണ്ടാവും? ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഇ റേസ് ടു 1 ബൈ എക്സ് എന്തായിരിക്കും? ഇ റേസ് ടു ഇൻഫിനിറ്റി, അതായത് ഇൻഫിനിറ്റിയിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പം ഇ റേസ് ടു 1 ബൈ എക്സ് എന്ന് പറയുന്നത് ആസ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് അല്ലെങ്കിൽ 0ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകുന്നുണ്ടാവും? 0ലോട്ട് പോകുന്നുണ്ടാവും. റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു 1 ബൈ എക്സ് എങ്ങോട്ടായിരിക്കും? ഇൻഫിനിറ്റിയിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇനി നമ്മളത് നമ്മുടെ ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 0 മൈനസ് എഫ് ഓഫ് എക്സ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 1 ബൈ ഇ റേസ് ടു 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ ഇ റേസ് ടു 1 ബൈ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരുന്നുണ്ടാവും? ആസ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് ആയതുകൊണ്ട് തന്നെ ഇ റേസ് ടു 1 ബൈ എക്സ് എങ്ങോട്ടായിരിക്കും? 0ലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ 1 ബൈ 0 പ്ലസ് 1 ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 എന്ന് കിട്ടുന്നുണ്ടാവും. ഇനി ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 പ്ലസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിമിറ്റ് എന്തായിരിക്കും വരുന്നുണ്ടാവുക? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 പ്ലസ് നമുക്ക് 1 ബൈ ഇ റേസ് ടു 1 ബൈ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? ഇ റേസ് ടു 1 ബൈ എക്സ് എക്സ് ടെൻഡിങ് ടു 0 പ്ലസ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻഫിനിറ്റി ആയിരിക്കും വരിക. സോ 1 ബൈ ഇൻഫിനിറ്റി നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? 0 കിട്ടുന്നുണ്ടാവും. ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് 0 ആണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തല്ല? ഈക്വൽ അല്ല എന്ന് നമുക്ക് പറയാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലെങ്കിൽ
നമുക്ക് എന്തായിരിക്കില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇ റേസ് ടു 1/xന് ഇത്തരത്തിലുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. 1/xന്റെ പ്രോപ്പർട്ടിയാണ്. അതിൽ നിന്ന് നമുക്ക് ഇ റേസ് ടു 1/xന് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം നമുക്ക് ഓപ്ഷൻ ഡി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ലിമിറ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റൂട്ട് ഓഫ് n² പ്ലസ് n മൈനസ് n ആണ് നമുക്ക് വരുന്നത്. അതായത് റൂട്ടിനുള്ളിലാണ്, റാഷണൽ ആയിട്ടല്ല നമുക്കിത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, റാഷണലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റൂട്ട് ഓഫ് n² പ്ലസ് n മൈനസ് എന്നിനെ അതിൻ്റെ കോൺജുഗേറ്റ് ആയിട്ടുള്ള റൂട്ട് ഓഫ് n² പ്ലസ് n പ്ലസ് n കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതേ ഫാക്ടർ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. റൂട്ട് n² പ്ലസ് n പ്ലസ് n കൊണ്ട് നമുക്ക് ഡിവൈഡും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മേലെ നമുക്ക് ന്യൂമറേറ്ററിനകത്തുള്ള എന്താണ്, a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ നമുക്ക് a² മൈനസ് b² എന്ന് എഴുതുന്നതുകൊണ്ട് നമുക്ക് n² പ്ലസ് n മൈനസ് n² എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് എന്തുണ്ട്, റൂട്ട് ഓഫ് n² പ്ലസ് n പ്ലസ് n നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് n² മൈനസ് n² ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ബൈ റൂട്ട് ഓഫ് n² പ്ലസ് n പ്ലസ് n എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. ഇനി നമുക്ക് താഴെ എന്ത് ചെയ്യാം, താഴെ നമുക്ക് മേലെ നമുക്ക് n ഉണ്ട്, താഴെ റൂട്ടിനകത്ത് നിന്നും നമുക്ക് എന്ത് ചെയ്യാം, n² പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് 1 പ്ലസ് എന്ത് വരുന്നുണ്ടാവും, 1/n എന്ന് വരുന്നുണ്ടാവും, പ്ലസ് എന്തുണ്ടാവും, n എന്നും കൂടെ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് റൂട്ട് n² എന്ന് പറഞ്ഞാൽ n ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, n ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 1/n പ്ലസ് n എന്ന് എഴുതാം. മേലെയും താഴെയും എല്ലാ ടേമുകളിലും നമുക്ക് എന്ത് വരുന്നുണ്ട്, n കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ n കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് റൂട്ട് ഓഫ് 1 പ്ലസ് 1/n പ്ലസ് 1 എന്ന് പറയാം. അപ്പം എന്നുകൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1/n എങ്ങോട്ട് പോകുന്നുണ്ടാവും, 0 പോകുന്നുണ്ടാവും അല്ലേ. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എങ്ങോട്ടായിരിക്കും പോവുക, 0 പോകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിമിറ്റ് എന്തായിരിക്കും, 1/റൂട്ട് ഓഫ് 1 പ്ലസ് 1 എന്നായിരിക്കും വരുന്നുണ്ടാവുക. അതായത് 1/2 എന്നായിരിക്കും കിട്ടുക. 1/2 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റൂട്ട് ഓഫ് n² പ്ലസ് n മൈനസ് n എന്ന് പറയുമ്പോൾ ഇവിടെ റാഷണൽ അല്ല. അപ്പം നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിനെ റാഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ റാഷണലൈസ് ചെയ്യുന്നു. റാഷണലൈസ് ചെയ്തിട്ട് അവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അല്ലേ, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എങ്ങോട്ട് പോകുന്നുണ്ടാവും, 0 പോകുന്നുണ്ടാവും. അപ്പോൾ 1/റൂട്ട് ഓഫ് 1 പ്ലസ് 1 അതായത് 1/2 എന്ന് കിട്ടുന്നുണ്ടാവും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² സൈൻ 1/x ആണ്. എക്സ് 0 അല്ലാത്ത കേസിൽ x² സൈൻ 1/x ആണ്. എക്സ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന് എക്സ് ഈക്വൽ ടു 0യിൽ തുടർച്ചയുണ്ടോ, അതേപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതായത് കണ്ടിന്യൂസ് ആണോ അതേപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² സൈൻ 1/x. അപ്പം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിലുള്ള ക്രൈറ്റീരിയ എന്താണ്, ഒരു ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് അറ്റ് ഒരു പോയിന്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം, എഫ് ഓഫ് എയോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എന്ന് പറയുന്ന പോയിന്റ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, x² സൈൻ 1/x ആണ്. അപ്പോൾ x² സൈൻ 1/x ആയതുകൊണ്ട് തന്നെ ഈ സൈൻ 1/xന്റെ പ്രത്യേകത എന്താണ്, ഒരു സൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ സൈൻ 1/xന്റെ വാല്യൂ -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും, അതായത് 3 പോർഷനിലും നമ്മുടെ ഇനീക്വാലിറ്റിയിൽ കംപ്ലീറ്റ്ലി നമ്മൾ x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു x² സൈൻ 1/x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x² എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇനീക്വാലിറ്റി എന്തായിട്ട് മാറി,
മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ 1/x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഇവിടെ ആസ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് ടെൻഡിങ് ടു 0, എക്സ് 0 പോകുമ്പം മൈനസ് എക്സ് സ്ക്വയർ എങ്ങോട്ടായിരിക്കും പോവുക? 0 എക്സ് സ്ക്വയർ എങ്ങോട്ടായിരിക്കും പോവുക? 0 അല്ലേ? മൈനസ് എക്സ് സ്ക്വയറും 0 പോവുക. അപ്പം ആസ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് എക്സ് സ്ക്വയർ ടെൻസ് ടു 0 ആൻഡ് എക്സ് സ്ക്വയർ ടെൻസ് ടു 0. അപ്പോൾ നമ്മുടെ സ്ക്യൂസ് തിയറം അല്ലെങ്കിൽ സാൻഡ്വിച്ച് തിയറം പ്രകാരം എക്സ് സ്ക്വയർ സൈൻ 1/x എങ്ങോട്ട് പോകുന്നുണ്ടാവും? 0 പോകുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 0 ആണെന്ന് കിട്ടുന്നുണ്ടാവും. ഇനി നമ്മുടെ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 0 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് 0 ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എഫ് എന്തായിരിക്കും? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ തുടർച്ചയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതേപോലെ തന്നെ എല്ലാ ബിന്ദുവിലും തുടർച്ചയുള്ളതാണ്, എന്നാൽ എക്സ് ഈക്വൽ ടു 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ്? എല്ലാ ബിന്ദുവിലും ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റിയും കൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി നമുക്ക് ഒരു പ്രശ്നം വരുന്നത് എവിടെയാണ്? എക്സ് ഈക്വൽ ടു 0യിലാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിലായതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഡെറിവേറ്റീവ് നമുക്ക് നോക്കണം. ഇപ്പോൾ ഡെറിവേറ്റീവ് അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് സ്ക്വയർ സൈൻ 1/h ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്താണ്? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയാം. അതായത് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എച്ച് സ്ക്വയർ സൈൻ 1/hഉം ഇവിടെ നിന്ന് എച്ചും നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് വരും? എച്ച് സൈൻ 1/h എന്ന് വരുന്നുണ്ടാവും. ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ക്യൂസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം അല്ലേ? കാരണം സൈൻ 1/h എടുക്കുന്നു, സൈൻ 1/hൻ്റെ വാല്യൂ -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ -hൻ്റെയും hൻ്റെയും ഇടയിലായിരിക്കും എന്ത് വരുന്നുണ്ടാവുക? എച്ച് സൈൻ 1/h നമുക്ക് വരുന്നുണ്ടാവാം. അപ്പം -h ആസ് എച്ച് ടെൻഡിങ് ടു 0 ആയിരിക്കും, എച്ചും 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ എച്ച് സൈൻ 1/h എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? 0 എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എഫ് എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഫറൻഷ്യബിലിറ്റിക്ക് പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റിക്ക് പ്രശ്നം വരുന്നത് ആകെ ഒരു പോയിന്റിൽ മാത്രമായിരുന്നു, എക്സ് ഈക്വൽ ടു 0യിലും. അതേപോലെ തന്നെ എക്സ് ഈക്വൽ ടു 0യിലാണ് നമുക്ക് കണ്ടിന്യൂറ്റിക്കും അതേപോലെ തന്നെ ഡിഫറൻഷ്യബിലിറ്റിക്കും പ്രശ്നം വരുന്നത്. ഇവിടെ എക്സ് ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസുമാണ്, അതേപോലെ തന്നെ എക്സ് ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളുമാണ്. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് എല്ലാ ബിന്ദുവിലും തുടർച്ചയുണ്ട്, എന്നാൽ എക്സ് ഈക്വൽ ടു 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയുന്നത് ഫോൾസ് ആണ്. എല്ലാ ബിന്ദുവിലും എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ് സൈൻ 1/x എക്സ് സ്ക്വയർ സൈൻ 1/x ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മളൊന്ന് അവെയർ ആയിട്ട് തന്നെ ഇരിക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടിന്യൂറ്റിയും അതേപോലെ തന്നെ ഡിഫറൻഷ്യബിലിറ്റിയും നമുക്ക് ഈ ഒരു രീതിയിൽ പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ നമുക്കറിയാവുന്ന റിസൾട്ടുകൾ മാത്രം ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യനാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ, എഫ് ഒരു ബിന്ദുവിൽ ഡിഫറൻഷ്യബിൾ ആയാൽ അതേ ബിന്ദുവിൽ എഫ് തുടർച്ചയുള്ളതാണ്. എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും? അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഡിഫറൻഷ്യബിൾ ഇംപ്ലൈസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഫോൾസ് ആയിരിക്കും. ഇനി രണ്ടാമത്തത് എന്താണ്? എഫ് ഒരു ബിന്ദുവിൽ ഡിഫറൻഷ്യബിൾ ആയാൽ അതേ ബിന്ദുവിൽ മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആകും. എഫ് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് എടുക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ അല്ലെങ്കിൽ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന എന്താണ്? മോഡ് എക്സ് ആണ്. മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല അല്ലേ? എഫ് ഡിഫറൻഷ്യബിൾ ആണ്, പക്ഷേ ഇവിടെ മോഡ് എഫ് എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അപ്പം എഫ് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആവണം എന്നില്ല. അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ ട്രൂ ആയിരിക്കും. ഇനി മൂന്നാമത്തത് നമുക്ക് തിരിച്ച് പറയാം. അതായത് എഫ് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തായിരിക്കില്ല?
മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. പക്ഷെ തിരിച്ചാണ് നമുക്ക് ട്രൂ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരിക. മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്ത് വരുന്നുണ്ടാവും? എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ മോഡ് എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും എന്ന് പറയുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ഫോൾസ് ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? എഫ് ഒരു ബിന്ദുവിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ 1/f എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അവിടെ എന്ത് മതി? എഫ് നോട്ട് ഈക്വൽ ടു 0 ആയാൽ മാത്രം മതി. അപ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ 1/f. ഇവിടെ നമുക്ക് എന്ത് പറയാം? എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ 1/fഉം എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡിയും ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ നമുക്ക് തെറ്റായ പ്രസ്താവന ആയതുകൊണ്ട് ആ ഓപ്ഷൻ ഫോൾസ് ആണെന്ന് പറയാം. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് നമുക്ക് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഏകതം 2, 5 എന്ന് പറയുന്ന ഇടവേളയിൽ ഡിഫറൻഷ്യബിൾ ആവുകയും എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 1/5ഉം എഫ് ഓഫ് 5 എന്ന് പറയുന്നത് 1/2 ആവുകയും ചെയ്താൽ എഫ് ഡാഷ് ഓഫ് സിയുടെ വില എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എഫ് ഓഫ് 2 1/5 ആണെന്നും എഫ് ഓഫ് 5 1/2 ആണെന്നും തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? എഫ് ഡിഫറൻഷ്യബിൾ ആണ്. എവിടെയാണ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത്? ഒരു ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഇൻ്റർവെൽ 2, 5നകത്ത് ഡിഫറൻഷ്യബിൾ ആണ്. ആ ഇൻ്റർവെല്ലിലുള്ള വാല്യൂസ്, അതായത് അതിൻ്റെ എൻ പോയിൻറ്റ്സിൽ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 1/5 ആണെന്നും എഫ് ഓഫ് 5 ഈക്വൽ ടു 1/2 ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കാണേണ്ടത്? എഫ് ഡാഷ് ഓഫ് സിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താണ്? വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ മൂന്നിനെ കണക്ട് ചെയ്യുന്നൊരു തിയറം നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും. ഏതാണ് ആ തിയറം? മീൻ വാല്യൂ തിയറം അല്ലേ? മീൻ വാല്യൂ തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മീൻ വാല്യൂ തിയറം പറയുന്നത് തന്നെ നമുക്ക് ഒരു ഫംഗ്ഷൻ എഫ് ഒരു ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ അവിടെ നമുക്കൊരു സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ബിറ്റ്വീൻ 2 and 5. അതായത് ദർ എക്സിസ്റ്റ് എ സി ബിറ്റ്വീൻ 2 and 5 എന്നാണ് പറയുന്നത്. സച്ച് ദാറ്റ് എന്താണ് നമ്മുടെ ആ കണ്ടീഷൻ എന്താണ്? എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ബിയുടെ വാല്യൂ നമുക്കറിയാം. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ്. എഫ് ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആണ്. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 5 - 2 എന്ന് വരും. അതായത് 1/2 മൈനസ് 1/5 ബൈ 5 - 2. അതായത് എ എന്ന് പറയുന്നത് ഇവിടെ 2ഉം ബി എന്ന് പറയുന്നത് ഇവിടെ 5ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നുണ്ടാവുക? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നുണ്ടാവുക 5 - 2 അല്ലേ? 5 - 2 3/10 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പോൾ 3/10 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 1/10 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു ഇൻ്റർവെല്ലിനകത്ത് ഡിഫറൻഷ്യബിൾ ആണ്, അതിൻ്റെ എൻ പോയിൻറ്റ്സിലെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ മെയിൻ നമ്മുടെ തിയറം എന്ന് പറയുന്നത് എന്താണ്? മീൻ വാല്യൂ തിയറമാണ്. ആ മീൻ വാല്യൂ തിയറം നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരണം. ആ മീൻ വാല്യൂ തിയറം അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂറ്റി, ലിമിറ്റ്, ഡിഫറൻഷ്യബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മീൻ വാല്യൂ തിയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ, ഇത്തരത്തിൽ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക്